പീജിയൻ ഹോൾ പ്രിൻസിപ്പിള് ഇവിടെ പറയുന്നത് എം പീജിയൻസ് ഉണ്ട്, എൻ പീജിയൻ ഹോൾസ് ഉണ്ട്. പിന്നെ ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താ വെച്ചാ എം പീജിയൻ ഒരു മിനിറ്റ് എം പീജിയൻസ് ഉണ്ട്, എൻ പീജിയൻ ഹോൾസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ടത് പീജിയൻ ഹോൾസിന്റെ എണ്ണം കുറവും പീജിയന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ എന്ത് കിട്ടി? എം ഗ്രേറ്റർ ദാൻ എൻ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ പീജിയൻ ഹോൾ വിൽ കണ്ടെയ്ൻ മോർ ദാൻ വൺ പീജിയൻ. ഇപ്പൊ നമുക്ക് നമ്മുടെ സിമ്പിൾ എക്സാമ്പിൾ പറയാച്ചാ 5 പീജിയൻ ഹോൾ ഉണ്ടായിരുന്നു, അതില് 6 പീജിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ എന്താ സംഭവിച്ചേ? 5 ഫില്ലായി കഴിഞ്ഞിട്ട് 6ാമത്തെ ഇതിൽ ഏതെങ്കിലും വന്നിരിക്കും. അപ്പോഴാണ് ഉണ്ടാവണ എന്ത്? അറ്റ്ലീസ്റ്റ് വൺ പീജിയൻ ഹോൾ വിൽ കണ്ടെയ്ൻ മോർ ദാൻ വൺ പീജിയൻ. സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് തീരെ എന്താണ് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുക, അപ്പൊ എന്ത് എഴുതുക? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, ഇനി അത് മാത്രല്ല, ഇതിന് 2 ഫോർമുലയാണുള്ളത്. ഒന്ന്, പീജിയന്റെ നമ്പർ തന്നു, അതേപോലെ തന്നെ പീജിയൻ ഹോളിന്റെ നമ്പർ തന്നു. പീജിയൻ ഹോൾ മീൻസ് എന്നും പീജിയന്റെ നമ്പർ എമ്മും. അങ്ങനെയാണെങ്കിൽ ഒരു ഹോളിൽ എത്ര പീജിയൻ മാക്സിമം ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിന് m - 1/n+1. അതെല്ലാ ഹോളിലും അത്ര ഉണ്ടാവില്ല. ഇപ്പൊ കൂടുതൽ ഉണ്ടാവില്ല ചില ഹോളില്. ആ കൂടുതൽ ഉണ്ടാവുന്ന ഹോളിലുള്ള പീജിയൻസിന്റെ എണ്ണാണ് എന്ത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ m-1 ഡിവൈഡഡ് ബൈ n+1. ഓക്കെ, ഇനി അടുത്ത് നമുക്കുള്ളത് പീജിയൻ ഹോളിന്റെ എണ്ണം തന്നു, അതാണ് എന്ത്? n. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് പീജിയൻ ഒരു ഹോളിൽ എത്ര മാക്സിമം എത്ര പീജിയൻ ഉണ്ട്? മാക്സിമം നമ്പർ ഓഫ് പീജിയൻ ഇൻ വൺ ഹോൾ. അതായത് ഇതിലിപ്പോ എല്ലാ ഹോളിലും സെയിം നമ്പർ ഓഫ് പീജിയൻസ് അല്ലല്ലോ, ചില ഹോളിൽ കൂടുതലില്ലേ, ഒരെണ്ണം കൂടുതലൊക്കെ വരില്ലേ? ആ ഒരു ഹോളിനെ കുറിച്ചാ പറയണത്. k+1 കണ്ട, 1 മാക്സിമം നമ്പർ ഓഫ് പീജിയൻ ഇൻ വൺ ഹോൾ ആണെങ്കിൽ, ഇനി ഇവിടുന്ന് നമ്മള് ടോട്ടൽ നമ്പർ ഓഫ് പീജിയൻ മിനിമം വേണ്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് പീജിയന്റെ എണ്ണം എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖം ഈ ഫോർമുല യൂസ് ചെയ്യുന്നതാണ്. പീജിയനും പീജിയൻ ഹോളും തന്നു കഴിഞ്ഞാൽ സുഖം ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നതാണ്. ഇത് എന്തിന്റെ ഫോർമുലയാണ്? മാക്സിമം നമ്പർ ഓഫ് പീജിയൻ ഇൻ വൺ ഹോള്. കണ്ട, മാക്സിമം നമ്പർ ഓഫ് പീജിയൻ ഇൻ വൺ ഹോള്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ടോട്ടൽ നമ്പർ ഓഫ് പീജിയൻ ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇവിടെ അതാണ് എഴുതിയിരിക്കുന്നത്. ഇഫ് n പീജിയൻ ഹോൾ ഈസ് occupied by nk+1 പീജിയനും പീജിയൻ ഹോൾസ് where k is a positive integer, then at least one പീജിയൻ ഹോൾ ഈസ് occupied by k+1 പീജിയൻസ്. മോറിന്റെ ആവശ്യമില്ല ശരിക്കും, k+1 പീജിയൻസ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻസ് അതുപോലെ തന്നെ പീജിയൻ ഹോൾ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഇപ്പോഴത്തെ സീനിയേഴ്സ് അല്ലേ, നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യനും ഇതും തമ്മില് എന്താണ് കുറച്ച് കാണുമ്പോ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ കീഴിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പീജിയൻ ഹോൾ എന്താന്ന് എഴുതണേനാണ് അവിടെ 2 മാർക്ക് സ്കോർ ചെയ്യണത്. അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 മാർക്കിന്റെ ആണെങ്കിൽ കാര്യം കൂടെ എഴുതി അവസാനിപ്പിക്കാം. 4 മാർക്കിനിലെ 2 മാർക്ക് എന്താണ് പീജിയൻ ഹോൾ എന്ന് എഴുതണേനാണ് കൊടുത്തത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? ഇവിടെ വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് റിക്വയർഡ് ഇൻ ഡിസ്ക്രീറ്റ് മാത്സ് ക്ലാസ് ടു ബി ഷുവർ ദാറ്റ് 6 വിൽ റിസീവ് ദ സെയിം ഗ്രേഡ് ഇഫ് there are 5 ഗ്രേഡ് ABCDF. ഇവിടെ നമുക്ക് 5 ഗ്രേഡ് ഉണ്ട്. ഓക്കെ, എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എന്തിനു തന്നിട്ടില്ല? പീജിയൻസിന് തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ തന്നേക്കണത്? 6 പേർക്ക്, അറ്റ്ലീസ്റ്റ് 6 പേർക്ക് സെയിം ഗ്രേഡ് കിട്ടണം.
അപ്പൊ എങ്ങനെയാണ് ഞാൻ വരച്ചു നോക്കിയപ്പോ എനിക്ക് ആൻസർ 26 കിട്ടി. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ആൻസർ എന്താന്ന് നോക്കിയിട്ട് നമ്മുടെ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, 5 ഗ്രേഡ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോ പീജിയൻ ഹോൾ എന്ന് പറയുന്നത് ഗ്രേഡ് ആണ്. പീജിയൻ ഹോള് എത്ര കുട്ടികൾക്ക് സെയിം ഗ്രേഡ് കിട്ടുന്നുണ്ട്? 6 പേർക്ക് സെയിം ഗ്രേഡ് കിട്ടുന്നുണ്ട്. അപ്പൊ K+1 ആണ് 6. അപ്പൊ എന്താ, അറ്റ്ലീസ്റ്റ് 6 വിൽ റിസീവ് സെയിം ഗ്രേഡ്. അവിടെ നമുക്ക് എന്ത് കിട്ടി? K+1ന്റെ വാല്യൂ 6. അവിടുന്ന് Kന്റെ വാല്യൂ എന്തായി? 5 ആയി. ഇനി മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് റിക്വയർഡ് എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ എന്ത് വരും? Nk+1 എന്ന് വരും. Nk+1 അപ്പൊ എന്താ വരിക? 26 ആണ് വരിക. എന്നിന്റെ വാല്യൂ ഇവിടെ എന്താണ്? കെന്റെ വാല്യൂ 5, എന്നിന്റെ പീജിയൻ ഹോളിന്റെ വാല്യൂ 5. 5 × 5 + 1 26. ഫൈൻഡ് മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ ഇതെന്താണ്? മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വേണ്ടത്? പീജിയൻസിന്റെ എണ്ണാണ് അറിയാത്തത്. പീജിയൻസ് ആണ് ആര്? സ്റ്റുഡൻസ്. അത് നമുക്ക് Nk+1 ചെയ്യുമ്പോൾ കിട്ടും. ഷുവർ ദാറ്റ് 3 of them were born on same month. അപ്പൊ ബർത്ത്ഡേയുടെ ക്വസ്റ്റ്യൻ ആണ്. എത്ര മാസം ഉണ്ട് നമുക്ക്? 12 മാസം ഉണ്ട്. അപ്പൊ പീജിയൻ ഹോൾ ആയിട്ട് വരിക എന്താണ്? 12. ഈ സെയിം 3 of them born on 3 of them born on same month എന്ന് പറയുമ്പോൾ K+1ന്റെ വാല്യൂ ആണ് 3. അങ്ങനെയാണെങ്കിൽ K = 2. ഇനി മിനിമം നമ്പർ ഓഫ് അത് ഏതാ? ക്വസ്റ്റ്യനിലുള്ള സംഭവം ഏതാ? മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ടു ഷുവർ ദാറ്റ് they were born on the same month എന്ന് പറഞ്ഞാൽ Nk+1 ഇവിടെ എന്നിന്റെ വാല്യൂ എന്താണ്? 12 × 2 + 1, അതായത് 24 + 1 = 25. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ഇൻ എ സെറ്റ് ഓഫ് 10 ഡിസ്റ്റിൻക്ട് ഇന്റീജേഴ്സ്. ഷോ ദാറ്റ് മീൻസ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. എല്ലാ കാര്യങ്ങളും അവര് നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മളത് എങ്ങനെയെങ്കിലും പീജിയൻ ഹോളിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഷോ ദാറ്റ് ഇൻ എ സെറ്റ് ഓഫ് 10 ഡിസ്റ്റിൻക്ട് നമ്പേഴ്സ് chosen from 1 to 18 there must be at least 2 numbers whose difference is exactly 9. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 നമ്പേഴ്സ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഇക്വേഷനും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഇതിലെ പീജിയൻ ആരാണ്, പീജിയൻ ഹോൾ ആരാണോ നോക്കണം. ഇവിടെ പീജിയൻ ഹോൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 9ഉം പീജിയൻ ആയിട്ട് നമുക്കുള്ളത് 10ഉം ആണ്. ഓക്കെ, പിന്നെ അത് നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ m-1/n+1 ചെയ്യുമ്പോൾ നമുക്ക് 2 വരും. കാരണം ഷോ ദാറ്റിലാണെങ്കിൽ നമുക്ക് എല്ലാം തന്നിട്ടുണ്ടല്ലോ, അവിടുന്ന് നമുക്ക് അതൊക്കെ മനസ്സിലായി. ഇനി ഇവിടെ എന്താ പറയണത്? എന്റെ കയ്യിൽ 1 to 18 വരെ 18 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിന് എന്ത് ചെയ്തു? കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് പീജിയൻ റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് പീജിയൻ ഹോൾ എന്ന് പറഞ്ഞിട്ട് അതിന് 2 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ നമ്പേഴ്സിനൊക്കെ ഒന്ന് പെയറായിട്ടൊന്ന് എഴുതി. അപ്പൊ 1 10 2 11 3 12 4 13 5 40, അതായത് 9 ഡിഫറൻസ് വരണല്ലോ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? അങ്ങനെ എത്ര പെയറിനെ കിട്ടി? 9 പെയേഴ്സിനെ കിട്ടി. ഇവിടെ നമുക്കപ്പൊ എന്താ ഉള്ളത്? 9 പെയേഴ്സ് ഉണ്ട്, 10 എന്താണ് നമ്പേഴ്സ് വേണം. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ഏതെങ്കിലും 10 നമ്പേഴ്സ് ഇടാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ ഈ 9 ഡിഫറൻസ് ഉള്ള ആരെങ്കിലും ഒക്കെ കയറി വരും. ഒന്ന് നമുക്ക് എന്താണ് എഴുതി നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. ഇപ്പൊ ഞാനിങ്ങനെ എഴുതാണ് 1 2 3 4 5 6 7 8 9 10. അതായത് 10 നമ്പേഴ്സ്, ആദ്യത്തെ 10 നമ്പർ ചൂസ് ചെയ്തു. അപ്പൊ നോക്കൂ, ഈ 1ഉം 10ഉം ആ 9 ഡിഫറൻസിലുള്ള ആൾക്കാരല്ലേ. അങ്ങനത്തെ നമുക്ക് 2 എണ്ണം കിട്ടിയില്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ പറയണത്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് പെയേഴ്സിന് വേണമെങ്കിലും എഴുതിക്കോ. ഇപ്പൊ 1 to 10 എഴുതി, ഇതിൽ ഏതെങ്കിലും ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാലും അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് എന്തെന്നെ കിട്ടാൻ പോണത്? അങ്ങനെ ഡിഫറൻസ് ഉള്ള അറ്റ്ലീസ്റ്റ് 2 എണ്ണം അറ്റ്ലീസ്റ്റ് ഈ നമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു പെയറിന്റെ ഡിഫറൻസ് 9 വരണ ഒരു പെയറെങ്കിലും ഉണ്ടാവും.
ഒന്നെന്നെ ഉണ്ടാവണം ഒന്നെന്നല്ല, അതിനേക്കാൾ കൂടുതലാവാം, പക്ഷെ ഒരിക്കലും കുറയില്ല എന്ന് ഷുവറാണ്. അപ്പൊ നമുക്കിവിടെ 9 പീജിയൻ ഹോൾസ് ഉണ്ട്, 10 പീജിയൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പീജിയൻ മോർ ദാൻ 1 നമ്പർ ആണ് ഉണ്ടാവുക. അതൊക്കെ മനസ്സിലായി. ഇപ്പൊ പിന്നെ അതില് എന്താണ് ഷോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ട് നമ്മളത് അവസാനിപ്പിക്കാം. നമ്മൾ കൂടുതലും മറ്റേ NK+1 ആണ് ചെയ്തത് അല്ലെ. പീജിയനും പീജിയൻ ഹോൾസും തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവാ ചെയ്തത്. അത് നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ഇൻ എ സെറ്റ് ഓഫ് 6 ക്ലാസ്സസ്. നോർമലി ക്ലാസ്സും സ്റ്റുഡൻസ് ഒക്കെയാണ് വന്നെങ്കിൽ ക്ലാസിന്റെ എണ്ണം നമ്മൾ എന്തെടുക്കാറ് ഹോളായിട്ടും സ്റ്റുഡൻസ് പീജിയൻ ആയിട്ടാണ് വരിക. ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്ലാസ്സും മീറ്റിംഗ് ആണ് തന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ മീറ്റിംഗ് ആണ് എന്ത് വരിക, എന്താണ് ഹോളായിട്ടും ക്ലാസ്സുകളാണ് റിപ്പീറ്റ് അടിച്ചിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ഡേറ്റ ഷോ ദാറ്റ് ആണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇത് തന്നിട്ടുണ്ടോ, അതാണ് ഈ ഷോ ഡാറ്റിന്റെ എന്താണിത്. അപ്പൊ നമ്മൾ ആ കിട്ടുന്ന നമ്പേഴ്സ് ഒക്കെ ഒന്ന് വെച്ച് നോക്കുക, എന്ത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, there must be at least 2 that meet on same day assuming that no classes are held on weekend. എന്താ പറയുന്നത്, show that in any set of 6 classes each meeting regularly once in a week. ഇവിടെ മീറ്റിംഗ് എന്താണ് റെഗുലർ ആയിട്ട് നടക്കും, ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് നടക്കും on a particular day of week. There must be 2 of meet on same day assuming that no classes are held on weekend. ഇവിടെ മീറ്റിംഗ് നടക്കുന്ന ദിവസങ്ങളാണ് എത്ര എണ്ണം? മീറ്റിംഗ് 5 ദിവസമാണ് നടക്കുന്നത്. കാരണം എന്താ, വീക്കെൻഡ്സില് സാറ്റർഡേ സൺഡേ ഒന്നും ഇവിടെ എന്ത് നടക്കണില്ല, മീറ്റിംഗ് നടക്കണില്ല. പിന്നെ ഇവിടെ 6 ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഹോളാണല്ലോ ചെറുത് വരിക. അപ്പൊ പീജിയൻ ഹോൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ 5 വരും, പീജിയന്റെ എണ്ണം 6 വരും. നമുക്കറിയാം 5 മീറ്റിംഗ് എത്ര ക്ലാസിന്റെ എന്താണ് 6 ക്ലാസിന്റെ വരുമ്പോ ആ ഒരെണ്ണം എവിടെ ഒരു ദിവസം 2 എണ്ണം നടക്കേണ്ടി വരും, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യാം നമുക്ക്, ബൈ പീജിയൻ ഹോൾ പ്രിൻസിപ്പിള് നമ്പർ ഓഫ് മീറ്റിംഗ് നമുക്ക് അങ്ങനെ ഇരിക്കൂടെ, പീജിയൻ ഹോൾ 5 നമ്പർ ഓഫ് പീജിയൻ 6. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പീജിയൻ ഇൻ 1 ഹോള് ഈസ് ഈക്വൽ ടു m-1/n+1. ഇതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 5/5 + 1 = 2. ഷോ ദാറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ നമ്പേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ്. കണ്ടോ, ഷോ ദാറ്റ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് ആണ്, സ്റ്റുഡൻസിന്റെ നമ്പർ എപ്പോഴും ആരാവാറുണ്ട്, പീജിയൻസ് ആവാറുണ്ട്, അറ്റ്ലീസ്റ്റ് 2. ഇനി ഇവിടെ എന്താ പറഞ്ഞത്, ഷോ ദാറ്റ് ഇഫ് there are 30 students in the class then at least 2 have the last name that begin with the same letter. അപ്പൊ നമുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 26 ലെറ്റേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഹോള്. പീജിയൻ ഹോൾ ഈക്വൽ ടു ലെറ്റേഴ്സ് ഈക്വൽ ടു 26. അടുത്ത നമുക്ക് എന്താ പറയേണ്ടത്, പീജിയൻസിന്റെ എണ്ണം. പീജിയൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ എണ്ണാണ്. അപ്പൊ അത് നമുക്ക് എന്ത് വരും, 30 വന്നു. ഇനി നമുക്ക് എന്ത് വരണം, ഇത് എഴുതണം, എന്താണ് നമ്പർ ഓഫ് പീജിയൻസ് ഇൻ 1 ഹോൾ ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റ്ലീസ്റ്റ് ഹാവിങ് ലാസ്റ്റ് നെയിം ബിഗിൻ വിത്ത് സെയിം ലെറ്റർ ഈക്വൽ ടു പറഞ്ഞിട്ട് എന്ത് എഴുതണം, m-1 + n+1. എമ്മിന്റെ വാല്യൂ ആണ് എന്ത്, 30. 29/26 + 1. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ആണ്. 20/26 ചെയ്യുമ്പോൾ 1 point something വരും. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എടുക്കുമ്പോൾ 1 + 1 = 2 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്, given a group of 100 people at a minimum how many people, 100 people born in the same month അല്ലേ. അവിടെ നമുക്ക് എന്താ വന്നേക്കുന്നത്,
നമ്പർ ഓഫ് പീജിയൻസും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പീജിയൻ ഹോൾ ഇങ്ങനത്തെ ബർത്ത്ഡേയുടെ കേസിൽ പീജിയൻ ഹോൾ തരേണ്ട ആവശ്യമില്ല. കാരണം പീജിയൻ ഹോൾ അപ്പൊ അവിടെ എന്തായിരിക്കും, പീജിയൻ ഹോൾസ് അപ്പൊ അവിടെ എന്തായിരിക്കും, ബർത്ത്ഡേയുടെ കേസിൽ എത്ര മന്ത് ഉണ്ട് നമുക്ക്, 12 മന്ത് ഉണ്ട്. സോ പീജിയൻ ഹോൾസ് അവിടെ 12 ആണ് കിട്ടുക. നമ്പർ ഓഫ് പീജിയൻസ് ഇവിടെ 100 ആണ്. അപ്പോ സെയിം ഡേ ബർത്ത്ഡേ വരുന്ന എത്ര പേരുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ m-1/n + 1 കണ്ട, m-1/n + 1, 8 + 1 = 9. 9 will born on same month നമുക്ക് കിട്ടി. ഇനി കുറച്ചൊരു ലോജിക്കലി ഉള്ള ഒരു ഓഡിറ്റോറിയത്തിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ഓഡിറ്റോറിയം ഹാസ് എ സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് 800 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഹൗ മെനി സീറ്റ് വിൽ ഓക്യുപ്പൈഡ് ടു ഗ്യാരണ്ടി ദാറ്റ് അറ്റ്ലീസ്റ്റ് 2 people seated in the auditorium has first and last initial. ഫസ്റ്റ് ലാസ്റ്റ് ഇനീഷ്യലും സെയിം ആവണം. അപ്പൊ ശരിക്കും നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 800 വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ ഓഡിറ്റോറിയത്തിന്റെ ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഫസ്റ്റ് ഇനീഷ്യൽസ് 26, ലാസ്റ്റ് ഇനീഷ്യൽസ് 26. അങ്ങനെ നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? 26 × 26 676 കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. പ്ലസ് ഒരു 1 കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത്രയുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 2 പീപ്പിൾ ഇങ്ങനെ നമ്മള് 676 മിനിമം എത്ര ആൾക്കാരുണ്ട് എന്ന ചോദ്യം. അപ്പൊ 677 മനുഷ്യർ അവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇനീഷ്യലും ലാസ്റ്റ് ഇനീഷ്യലും സെയിം ആയി വരണ 2 പീപ്പിളിനെ നമുക്ക് കിട്ടും. ജസ്റ്റ് ഓഡിറ്റോറിയത്തിന്റെ ക്വസ്റ്റ്യനും കൂടി ഒന്ന് നിങ്ങൾ എക്സാമിന് നോക്കി വെക്കണം.